നമസ്കാരം. ഇന്ന് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ലീഗൽ മാക്സിമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ആക്ടസ് ഡി എൻ എമിനി ഫാസിറ്റ് ഇഞ്ചൂറിയം. ആൻ ആക്ട് ഓഫ് ഗോഡ് ഡസ് നോട്ട് കോസ് ലീഗൽ ഇഞ്ചുറീസ് ടു എനി പേഴ്സൺ. ഇവിടെ ആക്ട് ഓഫ് ഗോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെയാണ്. അതായത് യാതൊരു രീതിയിലും മുൻകൂട്ടി കാണാൻ കഴിയാത്ത പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളൊക്കെയാണ് ഈ ആക്ട് ഓഫ് ഗോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു രീതിയിലും നമുക്ക് കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഒരു മനുഷ്യന് യാതൊരു രീതിയിലും അതിനെ പിടിച്ചു നിർത്താനൊന്നും കഴിയാത്ത രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെയാണ് ആക്ട് ഓഫ് ഗോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വെള്ളപ്പൊക്കമായിക്കോട്ടെ അല്ലെങ്കിൽ ഭൂമികുലുക്കമായിക്കോട്ടെ, അത്തരം പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കരാർ ലംഘനങ്ങളിലോ അതിലുള്ള പാർട്ടികളെ അല്ലെങ്കിൽ കക്ഷികളെ അതിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ കക്ഷികൾക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്കതിൻ്റെ നിയമവലികളുടെ പിന്നാലെ പോവുകയോ ഒന്നും തന്നെ ആവശ്യമില്ല. അതാണ് ഈ മാക്സിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ ഹോൾഡ്സ് നോ മാൻ റെസ്പോൺസിബിൾ ഫോർ ദ ആക്ട് ഓഫ് ഗോഡ്. Law does not hold a man to the legal duty where he is prevented him from performing it by an act of God. അപ്പോൾ ഇതിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും മനുഷ്യന് മുൻകൂട്ടി കാണാൻ പറ്റാത്തതായിരിക്കണം. അതായത് കാണാൻ പറ്റാത്ത അങ്ങനത്തെ മുൻകൂട്ടി കാണാൻ പറ്റാത്ത കാര്യങ്ങളെ മാത്രമാണ് ആക്ട് ഓഫ് ഗോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് നമുക്കൊരിക്കലും പ്രിവെൻറ്റ് ചെയ്യാനും പറ്റരുത്.